മന്ത്രിമാറ്റ തർക്കത്തിൽ എൻസിപിയിൽ മഞ്ഞുരുകുന്നു. എ.കെ. ശശീന്ദ്രനുമായി യോജിച്ച് നീങ്ങാനൊരുങ്ങി തോമസ് കെ തോമസ്. അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ച് ഒരുമിച്ച് നീക്കം. 2 വട്ടം ചർച്ച നടന്നതായി വിവരം. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ ആന്റണി, ഒടുവിൽ ഒരു സമവായത്തിന്റെ വഴിയിലേക്ക് എൻസിപി വരുന്നു എന്നുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം എ.കെ. ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ രഹസ്യ യോഗമൊക്കെ ചേർന്നിരുന്നു. പി.സി. ചാക്കോയ്ക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു എന്നുള്ള വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു മഞ്ഞൊരുക്കത്തിലേക്ക് നീങ്ങാനുള്ള വഴി എങ്ങനെയാണ് ഉണ്ടായത്? എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് NCPക്ക് ഏറെക്കുറെ ബോധ്യമായതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു മഞ്ഞുരുക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും തോമസ് കെ തോമസും എ.കെ. ശശീന്ദ്രനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്നലെയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് 2 തവണ കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ചയിൽ ഇരുവരും തമ്മിൽ തുറന്നു സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിസ്ഥാനം ഒഴിയില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് എ.കെ. ശശീന്ദ്രൻ ഉറച്ചു നിൽക്കുന്നത്. അതേസമയം പി.സി. ചാക്കോയ്ക്ക് ശേഷം പാർട്ടി പ്രസിഡന്റ് പദവി നൽകാമെന്ന് തോമസ് കെ തോമസിന് നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു മഞ്ഞുരുക്കം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തോമസ് കെ തോമസ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു. മന്ത്രിസ്ഥാനം വേണ്ട, അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലൊക്കെ അദ്ദേഹം എത്തി. അതിന് പകരം പി.സി. ചാക്കോ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ ആ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണം, അല്ലെങ്കിൽ തനിക്ക് ആ സ്ഥാനം നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഉടൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു നടപടികൾ ഉണ്ടാകും. തോമസ് കെ തോമസ് പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുകയും എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുകയും ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ഈ നേതാക്കൾ വരെ ഇടപെട്ടിട്ടും എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാകണമെന്ന്. എന്നാൽ എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് നിന്നും ഒഴിവാകാൻ തയ്യാറായില്ല. തുടർന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും താൻ രാജിവെക്കുമെന്ന് പി.സി. ചാക്കോ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുള്ള രാജ്യഭീഷണി മുഴക്കിയിരുന്നു. എന്നിട്ട് പോലും എ.കെ. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റാൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. തോമസ് കെ തോമസിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ എ.കെ. ശശീന്ദ്രൻ ഉള്ളതുകൊണ്ട് തന്നെ അയാളെ മാറ്റാൻ കഴിയില്ല എന്നുള്ളൊരു ധാരണ തോമസ് കെ തോമസിനുണ്ടായി. ഇതോടുകൂടിയാണ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തോമസ് കെ തോമസും തയ്യാറായത്. സഹിൻ, എന്തായാലും തോമസ് കെ തോമസിന് കാര്യമായിട്ടുള്ള ഒരു വാഗ്ദാനം തന്നെ എ.കെ. ശശീന്ദ്രൻ അല്ലെങ്കിൽ എ.കെ. ശശീന്ദ്രൻ വിഭാഗം നൽകിയിട്ടുണ്ടാകുമെന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എ.കെ. ശശീന്ദ്രന് ഏറ്റവും ശക്തം ആയി നിന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ പാർട്ടി എ.കെ. ശശീന്ദ്രനൊപ്പം നിന്നു എന്നുള്ളതും ഒക്കെയല്ലേ നമുക്ക് ഈ ഒരു നാൾ വഴി പരിശോധിക്കുമ്പോൾ അതല്ലേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? അതുതന്നെയാണ്. കാരണം തോമസ് കെ തോമസ് മുഖ്യമന്ത്രിയെ കണ്ട് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരുന്ന ഒരാളായിരുന്നു. അതിന് മുന്നോടിയായി തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു, എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്ന തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു കൂറുമാറ്റ കോഴ ആരോപണം ഉയർന്നു വരികയാണ്. അതായത് 100 കോടി രൂപ അജിത് പവാറിൻ്റെ പാർട്ടിയായി ബി.ജെ.പിയുടെ ഘടകകക്ഷിയായി പോകുകയാണെങ്കിൽ NDAയിൽ ചേർന്നാൽ ഇവർക്ക് 100 കോടി രൂപ 2 പേർക്ക് ആന്റണി രാജുവിനും ഒപ്പം തന്നെ മറ്റൊരു മന്ത്രിക്കും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഈ 2 പേരും ഈ പണം കിട്ടിയിട്ടുണ്ടെന്ന് ആന്റണി രാജു പറയുമ്പോഴും മറ്റൊരാൾ ഇത് എതിർക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ആ ചർച്ച ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് തോമസ് കെ തോമസിനെതിരെ മുഖ്യമന്ത്രി തിരിയുന്നത്. അങ്ങനെയുള്ള ഒരാളെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ അത് വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. പിന്നീട് പാർട്ടി തീരുമാനിക്കുകയാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വേണ്ടി NCP തീരുമാനിക്കുന്നു. അവിടെ ഈ മുഖ്യമന്ത്രി ശശീന്ദ്രൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്നുകൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയായി പ്രഖ്യാപിക്കുന്നു. പകരം ശശീന്ദ്രൻ 2 ദിവസത്തിനുള്ളിൽ രാജിവെക്കണമെന്ന് പറയുന്നു. അങ്ങനെ ശരത് പവാറിനെ കാണാൻ സംസ്ഥാന പ്രസിഡന്റും പി.സി. ചാക്കോ ഒപ്പം തന്നെ തോമസ് കെ തോമസ് അടക്കമുള്ളവർ മുംബൈയിൽ പോകുന്നു. സംസ്ഥാന പ്രസിഡന്റ് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ശരത് പവാർ മന്ത്രിസ്ഥാനം തോമസ് കെ തോമസിന് വാഗ്ദാനം ചെയ്യുന്നു. തോമസ് കെ തോമസ് മന്ത്രിയായെന്ന് ഉറപ്പിച്ച് എറണാകുളത്ത് വിമാനമിറങ്ങുന്നു. പക്ഷേ അവിടെയും ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. ശശീന്ദ്രൻ രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനം മുഖ്യമന്ത്രി ഉറപ്പിച്ചെടുക്കുന്നു. മുഖ്യമന്ത്രി പറയുന്നു ശശീന്ദ്രൻ രാജിവെക്കേണ്ടതില്ല, തോമസ് കെ തോമസ് ഇപ്പോൾ മന്ത്രിയാകേണ്ടതില്ല എന്നൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലും പി.സി. ചാക്കോ പിന്നീട് പറയുന്നു മുഖ്യമന്ത്രി തീരുമാനിക്കാനാണെങ്കിൽ താൻ എന്തിനാണ് ഈ പാർട്ടിയിലെ സംസ്ഥാന പ്രസിഡന്റായി നിൽക്കുന്നത്, താൻ രാജിവെക്കാൻ പോകുന്നത് ശരത് പവാറിനെ വെല്ലുവിളിക്കുന്നു. ശരത് പവാറിനുള്ള അത്തരത്തിലുള്ള ഒരു ഭീഷണി മുഴക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശരത്
പവാർ പാർട്ടിയുടെ ഇപ്പോഴത്തെ CPM-ന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശ് കാരാട്ടുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും പ്രകാശ് കാരാട്ടിനെ കൊണ്ട് മുഖ്യമന്ത്രിയോട് സംസാരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പിണറായി വിജയന്റെ കട്ട സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഈ ഉറച്ച സപ്പോർട്ട് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ AK ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ മന്ത്രിസ്ഥാനത്ത് ഇപ്പോഴും ശരി, സഹിൻ ആന്റണി, എന്തായാലും NCP-യിൽ മഞ്ഞുരുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി അവിടെ നിന്നും പുറത്തു വരുന്ന വിവരം.